ഇറാൻ അമേരിക്ക സംഘർഷം പുതിയൊരു തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സമാധാന ചർച്ചകളൊക്കെ നടന്നിരുന്നു. അതിലൊന്നും ഈ യുദ്ധം അവസാനിക്കുന്ന കോളില്ലല്ലേ സർ? പ്രിയൻ, പശ്ചിമേഷ്യയിൽ നിന്നും ഇപ്പോൾ വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധം കൂടുതൽ രൂക്ഷമാവുമെന്നാണ്. കാരണം ഇറാൻ അമേരിക്കയ്ക്ക് കുറച്ച് പ്രപ്പോസൽസ് നൽകിയിട്ടുണ്ടായിരുന്നു. അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ യുദ്ധം നിർത്താൻ ഇറാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട്. അത് രണ്ട് പോയിൻറ്റ്സാണ് അവർ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അമേരിക്ക ഇറാന് നൽകിയ പ്രപ്പോസൽസിൽ ഏതാണ്ട് 14ഓളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വസ്തുതകളാണ്. അമേരിക്ക ആവശ്യപ്പെട്ടത് ഇറാൻ്റെ അടുത്ത് ഈ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ ശ്രമിക്കരുത്, നിങ്ങളുടെ കയ്യിലുള്ള എൻറിച്ച്ഡ് യുറേനിയം ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിക്ക് കൊടുക്കണം, നിങ്ങളുടെ യുറേനിയം എൻറിച്ച്മെൻറ്റ് ഫെസിലിറ്റി ഡിസ്മാൻഡിൽ ചെയ്യണം, നിങ്ങൾ ന്യൂക്ലിയർ റിയാക്ടറൊക്കെ കൊണ്ട് നടന്നോ, ഒന്നും ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല, നിങ്ങൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് റിയാക്ടർ ഉപയോഗിക്കണം, അത് ചെയ്ത് ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ സ്പെൻഡ് ഫ്യൂവലും ആ സ്പെൻഡ് ഫ്യൂവലിൽ നിന്ന് പ്ലൂട്ടോണിയം എക്സ്ട്രാക്ട് ചെയ്യാനായിട്ടുള്ള സാങ്കേതിക വിദ്യയും എക്സ്ട്രാക്ട് ചെയ്ത പ്ലൂട്ടോണിയം എത്ര ഉണ്ടെങ്കിൽ അതും ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. ഇറാൻ അത് തള്ളിക്കളഞ്ഞു, അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇറാൻ്റെ പ്രധാന ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ ഈ ഹോർമസ് സ്ട്രെയ്റ്റിൽ ഇറാന് മേധാവിത്വം വേണം. ഇറാൻ്റെ സോവറിനിറ്റി ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഹോർമസ് കടലെടുക്ക്. അവിടെ വേറെ ആരും ഇടപെടാൻ പാടില്ല. പിന്നെ വേറെ ഒന്ന് അവർ പറയുന്നത് ഈ എല്ലാ യുദ്ധത്തിന് ഇറാന് സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് മുഴുവൻ അമേരിക്ക പ്രതിഫലം നൽകണം, റിപ്പാരേഷൻ എന്ന് പറയുക, അത് കൊടുക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ യുദ്ധത്തിൽ തുടരാൻ തന്നെയാണ് ഞങ്ങൾ താല്പര്യം എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ മറുപടി കണ്ടിട്ട് പ്രസിഡൻറ്റ് ട്രംപ് പറഞ്ഞ ഇറാൻ്റെ മറുപടി ഇസ് ടോട്ടലി അൺഅക്സെപ്റ്റബിൾ. ഞങ്ങൾ ഒരു കാരണവശാലും ഇറാൻ്റെ എക്സ്പ്ലനേഷനോ ഇറാൻ്റെ പ്രപ്പോസലോ സ്വീകരിക്കില്ല, യുദ്ധമായിട്ട് മുമ്പോട്ട് പോവുകയാണ്, യുദ്ധം മുമ്പോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. പ്രസിഡൻറ്റ് ട്രംപിൻ്റെ ഈ പ്രഖ്യാപനം വന്നതോടുകൂടി അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വില കൂടി. $104 ക്രോസ് ചെയ്തു. ബ്രെൻറ്റ് ഇത് അവരുടെ ബെഞ്ച് മാർക്ക്, ഇത് ബ്രെൻറ്റ് എന്ന് പറയുന്ന മാർക്കറ്റിൽ ഇതാണ് അതിന് ബാരലിന് $104 ക്രോസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം യുദ്ധം കൂടുതൽ നീണ്ടു നിൽക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി രാഷ്ട്രത്തോട് ചെയ്ത കാര്യം പ്രസംഗം അറിയില്ലേ, 1 വർഷത്തേക്കെങ്കിലും നിങ്ങൾ സ്വർണ്ണമൊന്നും മേടിക്കരുത്, അതുമാത്രമല്ല വിദേശ യാത്രകളൊക്കെ കഴിയുന്നത് ഒഴിവാക്കുക, അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം പോവുക, കാറുകളും ബൈക്കുകളൊക്കെ ഇൻഡിവിജ്വലായിട്ട് ഉപയോഗിക്കാതെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുക. ഇനി കാറിൽ പോകണമെന്ന് നിർബന്ധം വരികയാണെങ്കിൽ ഒരേ സ്ഥലത്തേക്കാണ് പോകണമെങ്കിൽ കാറ് ഷെയർ ചെയ്യുക, കാർ പൂളിംഗ് എന്ന് പറയുക, അത് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പം അതിനെതിരായിട്ട് ഇപ്പോൾ പ്രതിപക്ഷം ചീത്തയും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്, പൊട്ടനാണ് ഏറ്റവും കൂടുതൽ ചീത്ത പറയുന്നത്. പക്ഷേ ഇറാൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഹോർമസ് സ്ട്രെയ്റ്റ് ഹോർമസിൽ അവരുടെ പൂർണ്ണ ആധിപത്യം അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്ന് അവർ പറയുന്നു. അതുപോലെ യുദ്ധത്തിന് അവർക്ക് അവർക്ക് നേരിട്ടിട്ടുള്ള നഷ്ടത്തിന് അമേരിക്കയും ഇസ്രായേലും കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. ഇത് രണ്ടും നടക്കാൻ പോകുന്നില്ല. ഇവർ പക്ഷേ ന്യൂക്ലിയർ പദ്ധതിയായിട്ട് മുമ്പോട്ട് പോകും ഇറാൻ. അതിനകത്തൊരു കോംപ്രമൈസിനും അവർ തയ്യാറല്ല എന്നും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് ഒരു നല്ല സിഗ്നലല്ല. ഇറാൻ എന്താ പറയുന്നത്, അവർ പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ മിസൈൽസും ആയുധങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾ അതൊക്കെ എടുത്ത് പ്രയോഗിക്കും, ഇപ്പം നിങ്ങൾ കണ്ടേക്കായും കൂടുതൽ വലിയ ആയുധം ശേഖരം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറയും. ഇപ്പം മിക്കവാറും ചെയ്യാൻ പോണ അമേരിക്കയും ഇസ്രായേലും കൂടി പോയത് ആയുധ ശേഖരം എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അവർ നശിപ്പിച്ചു കളയും, അത്രേ ഉണ്ടാവുള്ളൂ. അതിനിടയ്ക്ക് ലെബനനിൽ ഒരു വെടിനിർത്തൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇസ്രായേലും ലെബനുമായിട്ട്. ലെബനൺ എന്ത് ചെയ്തു, ഇസ്രായേലി ക്യാമ്പിലേക്ക് മിസൈൽസ് അയച്ച് അവിടെയും കണ്ട് ഇന്നലെ ഒരു 1-2 ഇസ്രായേലി ഭടന്മാർ മരിച്ചു. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലി പ്രധാനമന്ത്രി പറയുന്നത് ഈ മട്ടിന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വെറുതെ വിടില്ല ലെബനൺ, ഞങ്ങൾ ഈ വെടിനിർത്തലൊക്കെ ഞങ്ങൾ കാട്ടിക്കളയും, ഞങ്ങൾ ലെബനൺ ആക്രമിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ പശ്ചിമേഷ്യയിലെ പ്രശ്നം. അപ്പോൾ അടുത്തങ്ങ് യുദ്ധം തീരുന്ന ഒരു ലക്ഷണം കാണാനില്ല. അതായത് ഈ സംഘർഷം കൂടി വരികയാണെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് തന്ന
ഒരു നമ്മളോട് തന്ന നിർദ്ദേശം, ഉം. ആ നിർദ്ദേശം ഇനി ഒരുപക്ഷെ നമ്മുടെ ഗുരുതരമായിട്ട് ബാധിക്കാനുള്ള സാഹചര്യത്തിലേക്ക് പോകും. പക്ഷേ ഇത് നമ്മളെ മാത്രമല്ല ബാധിക്കുന്നത് എന്നുള്ളത്. ഇവിടുത്തെ പ്രതിപക്ഷമൊക്കെ പറയുന്നത് കേട്ട് തോന്നുന്നു ഇവിടുത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണ്. ഇതങ്ങനെയല്ല. ഇന്ത്യയെ ബാധിക്കും, ചൈനയെ ബാധിക്കും, ഈ പറയുന്ന ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളെയും സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളെ എല്ലാം തന്നെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളെ അതെ. തന്നെ ബാധിക്കും. അത് ഇവരുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പലപ്പോഴും പറയാറില്ല, നൈജീരിയയിൽ ഭൂകമ്പം ഉണ്ടായി, ജിബ്രാൾട്ടറിൽ ഭൂകമ്പം ഉണ്ടായി, ഉടനെ തന്നെ പറയും ഒക്കെ നരേന്ദ്രമോദിയുടെ കുറ്റാന്ന് പറയും. വേറെ ആരെയും പറയാനില്ല അവർക്ക്. അതെ. ഇപ്പോൾ ചെറിയൊരു പ്രശ്നം പറയാം. തമിഴ്നാട്ടിൽ ഗവർണർ വിജയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ വൈകിച്ചു. എന്താ കാര്യം എന്ന് വെച്ചാൽ 118 MLA മാരില്ല. 118 MLA മാരുണ്ടെങ്കിലേക്ക് ഭൂരിപക്ഷമുള്ളൂ. ഭൂരിപക്ഷം കൊണ്ട് ഒരു തെളിവ് കാണിച്ചു തരാൻ പറഞ്ഞത്. അത് നരേന്ദ്രമോദി രാഷ്ട്രീയം കളിക്കണമെന്നാണ് പറയുന്നത്. ഭരണഘടന ഒരിക്കലെങ്കിലും വായിച്ചിട്ടുള്ളവൻ അങ്ങനെ പറയൂലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്താലും എന്ത് കുറ്റം ഉണ്ടെങ്കിലും ഒക്കെ കുറ്റം നരേന്ദ്രമോദിക്കാണ്. അപ്പോൾ ഈ പ്രശ്നം പക്ഷേ അന്താരാഷ്ട്ര പ്രശ്നം ഗുരുതരമായി കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു കാരണവശാലും ഇത് ആർക്കും ഗുണമില്ലാത്തൊരു യുദ്ധത്തിലേക്ക് അല്ല, അത് വേറൊരു പ്രശ്നം ഇതിൻ്റെ കൂടെയുള്ളത്, യൂറോപ്യൻ യൂണിയൻ ഈ യുദ്ധത്തിൽ ചേരാൻ പോവുക ഇറാനെതിരെ. അവർ പറയണ ഹോർമസ് സ്ട്രൈറ്റിൽ കൂടി കടന്നു വന്ന കപ്പലുകൾക്കെതിരെ ഇറാൻ നടത്തുന്ന ആക്രമണം ആശങ്കാജനകമാണ്, അവർ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. അതുകൂടാണ്ട് ഫ്രാൻസിൻ്റെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് കാരിയർ ചാൾസ് ഡിഗോൾ എന്ന് പറയുന്ന കപ്പൽ അവർ ഈ ഇറാനെ നേരിടാനായിട്ട് വിന്യസിച്ചിരിക്കുകയാണ്. ബ്രിട്ടൻ്റെ ഒരു ഡിസ്ട്രോയർ HMS ഡ്രാഗൺ, അതും അവർ ഇറാനിയൻ മേഖലയിലേക്ക് നിയോഗിച്ചിരിക്കുകയാണ്. അത് ഹോർമസ് സ്ട്രൈറ്റിൽ കൂടി പോകുന്ന കപ്പലുകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട്. അത് എന്ത് പറയും, പക്ഷെ അവസാനം അതൊരു ഒരു ലോങ് ഡ്രോൺ ഔട്ട് യുദ്ധത്തിലേക്ക് മാറും. ഇത് ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ തുടക്കം ഇങ്ങനെയായിരുന്നു. ഒരു ഏരിയയിൽ മാത്രം കേന്ദ്രീകരിച്ച് യുദ്ധം തുടക്കുകയും അത് പിന്നെ വ്യാപകമാവുകയും ചെയ്തു. അതെ അതെ. അപ്പോൾ അതേപോലെ ഒരു പ്രശ്നമായിട്ട് മാറൂ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല, അത് കാത്തിരുന്ന് കാണാനേ പറ്റുള്ളൂ. പക്ഷേ ഏതായാലും അതിനിടയ്ക്ക് വേറൊരു കാര്യം, നമ്മളൊരു വലിയ വരൾച്ച, അതുപോലെ ഒരു ഫാമിൻ, ഭക്ഷ്യക്ഷാമം നേരിടാൻ പോവാണ് ലോകം മൊത്തം. കാരണം ഈ ഇവിടെ നിന്നുള്ള കെമിക്കൽസ് ഉപയോഗിച്ചിട്ട് വേണം രാസവളങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് കെമിക്കൽസ് കിട്ടാണ്ട് വരുമ്പോൾ രാസവളം നിർമ്മിക്കാൻ പറ്റില്ല. രാസവളം കിട്ടിയില്ലെങ്കിൽ കർഷകർക്ക് വിള ഇറക്കുമ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, വളം ഇടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൃഷി നശിച്ചു പോകും. അപ്പോൾ അത് ഭക്ഷ്യക്ഷാമത്തിലേക്ക് നയിക്കും. അത് ലോകത്തെ മുഴുവനും ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക്, സാമൂഹിക പ്രതിസന്ധിയിലേക്ക് തള്ളിയിടും എന്നാണ് എല്ലാവരും പറയുന്നത്. അതായത് ഗുരുതരമായ പ്രശ്നമാണ്, നിസ്സാര കാര്യമല്ല വരാനിരിക്കുന്നത് എന്നുള്ളതാണ്. 2026 നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായ ഒരു വർഷമായിരിക്കും. അതല്ലെങ്കിൽ എന്തെങ്കിലും അത്ഭുതം നടന്ന് ഈ യുദ്ധം പരിഹരിക്കാനായിട്ട് എന്തെങ്കിലും ഇപ്പോൾ മുൻകൈ എടുക്കണം ആരെങ്കിലും. ഇനിയിപ്പോൾ ആര് പറഞ്ഞാലോ കേൾക്കുക, ഇറാൻ കേൾക്കുക എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ ഇനി വേണേൽ പോപ്പിനെയൊക്കെ വിളിച്ചു വരുത്തേണ്ടി വരും മിക്കവാറും. പോപ്പില്ലേ, ലിയോ പോപ്പ്, വത്തിക്കാനിൽ, അയാളെ വിളിച്ചു കൊണ്ടുവരേണ്ടി വരും അവരുമായിട്ട് ഇറാനൊക്കെയായിട്ട് സംസാരിക്കാൻ. അവിടെയുള്ള അറബികളെ പിടിച്ച് മതപരിവർത്തനം നടത്തുമ്പോൾ ചിലപ്പോൾ ഇറാൻ അതുകൊണ്ട് നിർത്താനും മതി വേണമെങ്കിൽ. പക്ഷേ ഇതിന് ഒരു ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ഇന്ന് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിലേക്ക് എല്ലാവരും വലിച്ചിടപ്പെടും എന്നുള്ളതാണ്. യൂറോപ്യൻ യൂണിയൻ വരുമ്പോഴത്തേക്ക് ഇത് നിസ്സാര പ്രശ്നമായിട്ടല്ലല്ലോ നിൽക്കുന്ന, വലിയ പ്രശ്നമാവില്ലേ? യൂറോപ്യൻ യൂണിയൻ്റെ പ്രസിഡന്റ് ഉർസുല എന്നിട്ട് പറഞ്ഞ സ്ത്രീ പറഞ്ഞിരിക്കണ ലോകം മുഴുവൻ ഒരു വൻ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ യുദ്ധം കാരണം. ഇറാൻ്റെ പോക്ക് ശരിയല്ല. അവർ ഇറാനെ വിമർശിച്ചിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയേക്കണം. ഞങ്ങൾ ഈ ഒരു കാര്യത്തിൽ അമേരിക്കയുടെ കൂടെയാണ് നിൽക്കണമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ലോങ് ഡ്രോൺ ഔട്ടായിട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമായിട്ട് വരും ലോകത്തിന് മൊത്തം.